കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCA കോഴ്സിൽ കവർ ചെയ്യുന്ന MCS 219 ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമുക്കറിയാം ലേൺവൈസിൽ ഇതിന് മുന്നേ ഉള്ള സെഷൻസിൽ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ള സീരീസ് ആണ് ഇഗ്നോ ഫോക്കസ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പാസ്റ്റ് 5 എക്സാം സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയാസ് ഏതൊക്കെ, ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനാണ് പ്രോബബിലിറ്റി കൂടുതൽ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിഷ്യലി നമ്മൾ സിലബസ് മാപ്പിംഗ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് പാസ്റ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻ ട്രെൻഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ റെക്കറിങ് ക്വസ്റ്റ്യൻ റിവ്യൂ, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, ആ ഏരിയാസിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ദെൻ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, നമ്മളൊരു ഫുൾ ലെങ്ത് ഇഗ്നോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ മോഡൽ ആൻസറും മാർക്കിംഗ് സ്കീമും ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്സ്. പാസ്റ്റ് പേപ്പറിൽ 12 ടൈംസ് ആണ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നത്. ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 ഒബ്ജക്റ്റ് മോഡലിംഗ് 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡൈനാമിക് മോഡലിംഗ് 8 ടൈംസ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ഈ 2 ക്വസ്റ്റ്യനും. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഫങ്ഷണൽ മോഡലിംഗ് 11 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 സിസ്റ്റം ഡിസൈൻ 7 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഒബ്ജക്റ്റ് ഡിസൈൻ 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈലി റെലവൻ്റ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡിസൈൻ പാറ്റേൺ 13 ടൈംസ് ചോദിച്ചു. ഹൈലി റെലവൻ്റ് ആയ ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 UML ഡയഗ്രാംസ് അതിൽ 15 ടൈംസ്. ഹൈലി റെലവൻ്റ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 യൂസ് കേസ് മോഡലിംഗ് 14 ടൈംസ് ചോദിച്ചു. ഹൈലി റെലവൻ്റ് ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 11 ടെസ്റ്റിംഗ് OO സിസ്റ്റംസ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 മെട്രിക്സ് ആൻഡ് ക്വാളിറ്റീസ് 5 ടൈംസ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 സോഫ്റ്റ്വെയർ റീയൂസ് 4 ടൈംസ്. ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 14 OOAD കേസ് സ്റ്റഡി 7 ടൈംസ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിൽ 10 അതിൽ കൂടുതലോ ആവശ്യം കൂടുതൽ ചോദിച്ചാണ് ഹൈലി റെലവൻ്റ് ടോപ്പിക്. 5 to 9 അപ്പിയറൻസ് മീഡിയം ലെവലും ലോ റെലവൻസിൽ വരുന്ന ലെസ് ദാൻ 5 അപ്പിയറൻസ് ആണ്. ഇനി ഇവിടെ ഒരു ബാർ ചാർട്ട് നമുക്ക് നോക്കാം. നമുക്ക് ടോട്ടൽ 4 ബ്ലോക്സ് ആണല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 3 എന്നാണ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 4. അപ്പം ഇതിൽ ബ്ലോക്ക് 3 യൂണിറ്റ് 9 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ UML ഡയഗ്രാം ബ്ലോക്ക് 3 യൂണിറ്റ് 9 കവർ ചെയ്യുന്നു. അക്രോസ് ഓൾ ഇയേഴ്സിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഡയഗ്രാംസ് കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. സെക്കൻഡ് വൺ യൂസ് കേസ് മോഡലിംഗ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആണ്. ഫ്രീക്വൻ്റ്ലി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡിസൈൻ പാറ്റേൺ
അനലിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഹൈ വെയിറ്റേജ് ആണ് പാസ് പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ നോക്കുന്ന കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ലോങ് അനലിറ്റിക്കൽ അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 8 to 10 മാർക്സിന് ഒരു 250 to 350 വേർഡ്സിന് ഇൻക്ലൂഡിങ് ഡയഗ്രാം കൂടി കൊടുത്തിട്ട് വേണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ദെൻ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി 4 to 5 മാർക്ക് 120 to 180 വേർഡ്സിലാണ് ഈ ടൈപ്പ്. ഡെഫിനിഷന് ആ ഒരു ബേസിസിൽ ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ഇനി UML ഡയഗ്രാം ഡിസൈൻ ക്വസ്റ്റ്യൻസ് ഓഫ്റ്റൻ 7 to 10 മാർക്സിന് 1 to 3 ലൈൻസിൽ നമുക്ക് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 50 to 100 വേർഡ്സിൽ എഴുതണം. ഇനി കേസ് സ്റ്റഡി അല്ലെങ്കിൽ സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി 10 to 50 മാർക്സിന് ചോദിക്കാം. പ്രോബ്ലം അനാലിസിസ് അതുപോലെ ഡയഗ്രാംസ്, ജസ്റ്റിഫിക്കേഷൻ 250 to 400 വേർഡ്സിന് ചോദിക്കാം. വെരി ഷോർട്ട് ഡെഫിനിഷൻ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 2 to 3 മാർക്സിന് 30 to 50 വേർഡ്സിന് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഈ ഡെഫിനിഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇനി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇത് ഒക്കേഷണലി മാത്രമേ ചോദിക്കാറുള്ളൂ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ലോങ് അനലിറ്റിക്കൽ ആൻസേഴ്സ്, സെക്കൻഡ് വൺ UML ഡയഗ്രാം അല്ലെങ്കിൽ ഡിസൈൻ ക്വസ്റ്റ്യൻസ്, തേർഡ് വൺ ഷോർട്ട് നോട്ട്സ്, ഷോർട്ട് ആൻസർ, ദെൻ കേസ് സ്റ്റഡി, സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ലോങ് അനലിറ്റിക്കൽ ആൻസറിന്റെ ഇത് നമ്മൾ നോക്കുവാണ് യൂഷ്വലി 8 to 10 മാർക്സിന് 250 to 350 വേർഡ്സിൽ ഡെഫിനിഷന്, എക്സാമ്പിൾ, ബ്രീഫ് ഡയഗ്രാം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. UML ഡയഗ്രാം ഡിസൈൻ ക്വസ്റ്റ്യൻസ് 7 to 10 മാർക്സ് 50 to 100 വേർഡ്സിലാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് 4 to 5 മാർക്സിനാണ് യൂഷ്വലി ചോദിക്കാറ്. ഫോർ എക്സാമ്പിൾ എൻകാപ്സുലേഷൻ വേഴ്സസ് അബ്സ്ട്രാക്ഷൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് യൂസ് കേസ് മോഡലിംഗ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അതിൽ ഡെഫിനിഷൻ കൊടുക്കണം, എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഒരു സ്മോൾ എക്സാമ്പിളും കൊടുക്കണം. യൂഷ്വലി 120 to 180 വേർഡ്സിൽ വേണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ കേസ് സ്റ്റഡി അല്ലെങ്കിൽ സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഒബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്യുക, ഡയഗ്രാംസ് ഡ്രോ ചെയ്യുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ 10 to 50 മാർക്സിന് യൂഷ്വലി 250 to 400 വേർഡ്സിന് വേണം, ഇൻക്ലൂഡിങ് റെലവൻറ്റ് ഡയഗ്രാം കൂടി ഉൾപ്പെടുത്തി വേണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആവറേജ് മാർക്ക് പെർ 100 മാർക്ക് പേപ്പർ നോക്കുവാണ് ബ്ലോക്ക് 1 അതിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്സ്, അതിൽ ഒബ്ജക്റ്റ് ഡൈനാമിക് ഫങ്ഷണൽ മോഡലിംഗ് ബേസിക്സ് ആവറേജ് ഒരു 20 മാർക്സിന് 20% ഏരിയ കവർ ചെയ്യും. അതുപോലെ ബ്ലോക്ക് 2 സിസ്റ്റം ആൻഡ് ഒബ്ജക്റ്റ് ഡിസൈൻ 24%. നെക്സ്റ്റ് വൺ ആണ് ബ്ലോക്ക് 3 UML ഡയഗ്രാം യൂസ് കേസ് പാറ്റേൺ ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് 34% കവർ ചെയ്യും. ബ്ലോക്ക് 4 ടെസ്റ്റിംഗ്, മെട്രിക്സ്, ക്വാളിറ്റി, റീയൂസ്, കേസ് സ്റ്റഡീസ് യൂഷ്വലി ഒരു 22% ഏരിയ കവർ ചെയ്യും. ഈ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുവാണ് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡയഗ്രാം ഡിസൈൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. പാസ്റ്റ് ഒരു 5 സെഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ UML ഡയഗ്രാം അല്ലെങ്കിൽ ഡിസൈൻ ക്വസ്റ്റ്യൻസ്, എന്നാൽ ലോങ് അനലിറ്റിക്കൽ ആൻസേഴ്സിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു ഡിപ്പാണ് കാണാൻ പറ്റുന്നത്. കേസ് സ്റ്റഡി സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലും റൈസ് കാണാം. ഷോർട്ട് നോട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ഡിപ്പാണ് കാണാൻ പറ്റുന്നത്. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഷിഫ്റ്റ് കാണാനായിട്ട് പറ്റും. മോഡലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ അതായത് ഡയഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻസിൽ ഒരു ഇൻക്രീസ് ആണ് കാണാൻ പറ്റുന്നത്. കേസ് സ്റ്റഡീസിൽ ഇൻക്രീസ് കാണും. മോഡറേറ്റ് ഡിക്ലൈൻ നമുക്ക് കാണാൻ പറ്റുന്നത് ലോങ് എസ്സേയിലും അതുപോലെ ഷോർട്ട് നോട്ടിലും ആണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻ ടിപ്പാണ്. അതിൽ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 hour എക്സാം ആണ്, 100 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് വെയിറ്റേജ് കൊടുക്കേണ്ടത് ലോങ് അനലിറ്റിക്കൽ ആൻസർ ക്വസ്റ്റ്യൻസിനാണ്. ഒരു 50 to 55 മിനിറ്റ്സ് കൊടുക്കുക. 45 to 50 മിനിറ്റ്സ് UML അല്ലെങ്കിൽ ഡയഗ്രാം ഡിസൈൻ ക്വസ്റ്റ്യൻസിന് കൊടുക്കുക. 35 to 40 മിനിറ്റ്സ് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്
30 to 35 minutes കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഒരു 10 to 15 minutes നമ്മളുടെ ആൻസർ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് അസോസിയേഷൻ ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ? എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസോസിയേഷൻ including aggregation 1-to-1 with the suitable UML class diagram and examples. Past paper 8 times ചോദിച്ചിട്ടുണ്ട്. Second one, what is use case diagram? State its objective and draw a use case diagram for a typical system. Example, online banking, online examination, explaining key elements. Okay. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 5 times ചോദിച്ചിട്ടുണ്ട്. Third one, what is DFD, data flow diagram? List its symbol and draw leveled DFD up to level 1 or 2 for an online banking type system, explaining balancing. First paper 4 times ചോദിച്ചിട്ടുണ്ട്. Fourth one, what is a dynamic model in object-oriented analysis and design? Explain dynamic modeling with the appropriate UML diagram, state chart, activity for a given scenario. 4 തവണ പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ, വാട്ട് ഈസ് എ ക്ലാസ് ഡയഗ്രാം? Draw and explain a UML class diagram for a system such as an ATM or online banking. Identify classes, attribute, operations and relations. 4 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിക്സ്ത് വൺ, വാട്ട് ഈസ് component diagram? Explain its purpose, advantages and draw a component diagram for ATM or online banking, stating necessary assumptions. 3 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെവൻത് വൺ, വാട്ട് ഇസ് UML? Explain its advantages and either draw a hierarchy of UML diagram or construct a relevant UML diagram for a given system. 3 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എയ്ത്ത് വൺ, വാട്ട് ഇസ് ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ? Object oriented analysis and design. Explain its principle, abstraction, encapsulation, inheritance, polymorphism and list the advantages with the example. 3 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Ninth one, what is design optimization in system design? Explain key tasks or factors affecting algorithm choice, illustrating with a suitable example. 3 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 10th one, what is design documentation? Explain the need for design documentation, typical type, content and features of a good design document. 3 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻസും അതിന്റെ അപ്പിയറൻസും ആവറേജ് മാർക്കും. അസോസിയേഷൻ ആൻഡ് അഗ്രിഗേഷൻ ഇൻ UML ക്ലാസ് ഡയഗ്രാം. ബ്ലോക്ക് 1 യൂണിറ്റ് 2ൽ നിന്ന് കവർ ചെയ്യുന്നതാണ്. 8 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 9.1 മാർക്ക്. ഇനി യൂസ് കേസ് ഡയഗ്രാം ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റം ലെവൽ ഡയഗ്രാം. ബ്ലോക്ക് 3 യൂണിറ്റ് 10 യൂസ് കേസ് മോഡലിംഗിൽ നിന്നാണ്. 5 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 10 മാർക്ക്. നെക്സ്റ്റ് വൺ, DFD ഡെഫിനിഷൻ, സിമ്പിൾസ് ആൻഡ് ലേബിൾഡ് DFD വിത്ത് ബാലൻസിങ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4ൽ കവർ ചെയ്യുന്നു. 4 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 10 മാർക്ക്. ഡൈനാമിക് മോഡൽ, സ്റ്റേറ്റ് ചാർട്ട്, ആക്ടിവിറ്റി ഡയഗ്രാം ഫോർ എ സെനാരിയോ. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡൈനാമിക് മോഡലിംഗിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. 4 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 10 മാർക്ക്. ക്ലാസ് ഡയഗ്രാം ഫോർ ATM, ഓൺലൈൻ ബാങ്കിങ് വിത്ത് ഫുൾ എക്സ്പ്ലനേഷൻ. ബ്ലോക്ക് 3 യൂണിറ്റ് 9 UML ഡയഗ്രത്തിൽ ചോദിച്ചാണ്. 4 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് 8.8 മാർക്ക്. ഇനി പർപ്പസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എ കമ്പോണന്റ് ഡയഗ്രാം ഫോർ ATM ഓർ OBS. ബ്ലോക്ക് 3 യൂണിറ്റ് 9 നിന്നാണ്. 3 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 10 മാർക്ക്. UML ഡെഫിനിഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡയഗ്രാം ഹയറാർക്കി ഓർ യൂസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 നിന്ന് 3 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 9.3 മാർക്ക്. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്വാൻറ്റേജസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 3 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 8.7 മാർക്ക്. ഇനി ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ, അൽഗോരിതം ചോയ്സ് ടാസ്ക്,
ബ്ലോക്ക് 2 യൂണിറ്റ് 5 നിന്നാണ് 3 ടൈംസ് ചോദിച്ചുകൊണ്ട് ആവറേജ് 8.3 മാർക്ക്. നീഡ് ടൈപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഡിസൈൻ ഡോക്യുമെന്റേഷൻ ബ്ലോക്ക് 4 യൂണിറ്റ് 14 നിന്നാണ് 3 ടൈംസ് ആവറേജ് 6.7 മാർക്ക്. ഇനി ഒരു വിഷ്വലൈസേഷൻ പൈ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമുക്ക് ഈ ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെ നോക്കുമ്പോൾ ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഓൾമോസ്റ്റ് ഒരു പകുതി ഏരിയയോളം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഈ ടോപ്പ് 10 പാറ്റേൺ വന്നിട്ടുള്ള ഏകദേശം ഒരു 63%ഓളം, റിമൈനിങ് ക്വസ്റ്റ്യൻസ് 37%ഓളം ആണ് അതർ ടോപ്പിക്സിൽ നിന്ന് എക്സാമിന് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ഹൗ ടു പ്രാക്ടീസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് വയസ്സെങ്കിലും നോക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, അപ്പം 4 to 5 minutes നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഹെഡിങ്സ്, ഡയഗ്രാംസ്, ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. എങ്ങനെ എക്സാം എഴുതണം അല്ലെങ്കിൽ എങ്ങനെ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാം. 10 to 12 minutes ഒരു ഫുൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. വിത്ത് ലേബിൾഡ് ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട്. റൊട്ടേറ്റ് സിസ്റ്റംസ് ആൻഡ് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏരിയയിലെല്ലാം തന്നെ ഡയഗ്രാംസ് കൂടെ കൊടുത്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ ആണ് നോക്കുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്സ്. പ്രോബബിലിറ്റി 80% ആണ്. ഹൈലി പ്രോബബിൾ ഏരിയ ആണ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഒബ്ജക്റ്റ് മോഡലിംഗ്. 70%ഓളം പ്രോബബിലിറ്റി വരുന്നു. ഹൈലി പ്രോബബിൾ ഏരിയ ആണ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡൈനാമിക് മോഡലിംഗ്. 65%ഓളം പ്രോബബിൾ ആണ്. മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഫങ്ഷണൽ മോഡലിംഗ്. 75% പ്രോബബിലിറ്റി, ഹൈലി പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 സിസ്റ്റം ഡിസൈൻ. 60%ഓളം പ്രോബബിലിറ്റി, മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഒബ്ജക്റ്റ് ഡിസൈൻ. 72% പ്രോബബിലിറ്റി, ഹൈലി പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 7 implementation strategy. 55% medium level of probability. In block 3 unit 8 design patterns. 78% highly probable. Block 3 unit 9 UML diagram. 90% highly probable. Block 3 unit 10 use case modeling. 88% highly probable. Block 4 unit 11 testing object oriented system. 50% medium level of probability. In block 4 unit 12 metrics and quality. 45% medium level of probability. In unit 13 block 4 software reuse. 35% probable, low probability. Block 4 unit 14 object oriented analysis and design case studies. 50% medium level of probability. ഇപ്പം നമുക്കറിയാം ഈ ഡിസ്കസ് ചെയ്ത ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയയ്ക്ക് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. അപ്പം 70% അതിലും കൂടുതൽ പ്രോബബിലിറ്റി വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ഒബ്ജക്റ്റ് മോഡലിംഗ്, ഫങ്ഷണൽ മോഡലിംഗ്, യൂസ് കേസ് മോഡലിംഗ്, ഈ ഏരിയയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി, അതിൽ ഡൈനാമിക് മോഡലിംഗ്, സിസ്റ്റം ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി, ടെസ്റ്റിംഗ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സിസ്റ്റം, മെട്രിക്സ് ആൻഡ് ക്വാളിറ്റി, ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ കേസ് സ്റ്റഡീസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ലോ പ്രോബബിലിറ്റിയിൽ വരുന്ന സോഫ്റ്റ്വെയർ റീയൂസ് പോലത്തെ ഏരിയാസ്, അത് റെയർ ആയിട്ടാണ് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ടൈം 3 hour ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. മാക്സിമം 100 മാർക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്, 40 മാർക്കാണ്. അതിന് അറ്റംപ്റ്റ് എനി 3 ക്വസ്റ്റ്യൻ ഫ്രം ദ റെസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ കമ്പൽസറി ക്വസ്റ്റ്യൻ എ പാർട്ടിൽ ഡിസ്ക്രൈബ് ദ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ process starting from requirement gathering up to implementation. Explain how models built at each state help in managing system complexity.
ബി പാർട്ടിൽ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടിൽ ഡിഫൈൻ അബ്സ്ട്രാക്ഷൻസ് ആൻഡ് എൻകാപ്സുലേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് object oriented analysis and design using a small example of an online ticket booking system. Illustrate how these concepts help in separating external behavior from internal detail. C part, what is unified modeling language? UML. Classify UML diagram into structural and behavioral category. List at least 4 diagrams under each category and briefly state the purpose of any 2 of them. D part, explain the concept of generalization and inheritance. State the semantic rule that should be checked while designing an inheritance hierarchy and illustrate your answer with a suitable example. 8 mark question. E part, what is a one-to-one association between classes using an example of student and locker? Show how such an association can be represented in a class diagram and how it can be implemented using relational database table. 8 mark question. Second one, A part, what is object modeling? Discuss its role in object-oriented analysis and design for an online course registration portal. Identify suitable object and links and draw an object diagram representing a snapshot of the system state with at least 4 objects and their relationship. 10 mark question. B part, explain the purpose of a use case diagram for the same online course registration portal. Draw a use case diagram involving at least the actor, student, instructor, and administrator. Also illustrate and include relationship between a main use case and a reusable sub-use case. 10 mark question. Third one, the A part, define event, state, and transition in the context of state diagram. Draw and explain a state diagram modeling the life cycle of a course enrollment in a university system. 10 mark question. B part, what is a component diagram? Explain the advantages of using component diagram during system design. Draw a component diagram for a digital library system that support search, borrowing, and user authentication. State clearly the component and the interface used. Fourth one, A part, explain the term functional model in object-oriented analysis and design. Define a data flow diagram, DFT, and list its basic notations. Draw a level 0 DFT and level 1 DFT for an online host allotment system. Clearly show the balancing between levels. B part, what is a system design? Discuss any 4 primary tasks performing during system design. For example, deciding hardware, software platform, data management strategy, control strategy, and handling of concurrency. Illustrate your answer with a brief example. 10 mark question. Fifth one, write short note on the following. A part, design pattern in object-oriented analysis and design. Definition, classification into creational, structural, behavioral pattern, and role in improving reuse. B part, testing object-oriented system. A typical level of testing and object-oriented specific issues such as testing, inheritance, and polymorphism. C part, metrics for object-oriented design. Need for metrics and examples of design metrics such as coupling and cohesion measures. D part, design documentation. Type of design documentation procedures in an object-oriented analysis and design project and key qualities of a good design document. 5 mark question. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ ആൻസറും മാർക്കിംഗ് സ്കീമും ആപ്പിൽ അവൈലബിൾ ആണ്. അത് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ഹൈ ഈൽഡ് ടോപ്പിക്സ് ഒക്കെ തന്നെ നല്ല രീതിയിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.